നമസ്കാരം. സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം എത്തുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയെല്ലാം വിമർശനങ്ങൾ വരാറുണ്ട്. പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കാറുള്ളത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നത്. രണ്ട് മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു സുധി പോയത്. കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത്. രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും. നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്കും എത്തിച്ചത്. അതോടുകൂടി രേണുവിന്റെ ജീവിതം മാറിമറിഞ്ഞു. രേണു സുധിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാണ്. ബിഗ് ബോസിൽ മത്സരിച്ചതോടെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് രേണുവും പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങൾ വരെ രേണു ചേച്ചി എന്ന് വിളിച്ച് അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. ഉദ്ഘാടനങ്ങളും ആൽബങ്ങളും സിനിമകളും ഒക്കെയായി തിരക്കിലാണ് രേണു ഇന്ന്. അടുത്തിടെയായിരുന്നു സ്വന്തമായൊരു കാർ എന്ന ആഗ്രഹം സഫലീകരിച്ചത്. സുധിച്ചേട്ടന്റെയും എന്റെയും വീട്ടുകാർ കൂടെയുണ്ട്, അവർക്ക് എന്നെ അറിയാം എന്നും രേണു വ്യക്തമാക്കിയിരുന്നു. വീടിനെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്നെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ മക്കളുടെ പേരിലുള്ള വീട്ടിലേക്ക് പോവില്ലെന്നും സ്വന്തമായി വീടെടുക്കുകയോ വാടകയ്ക്ക് പോവുകയോ ചെയ്യുമെന്നും അവർ പറഞ്ഞിരുന്നു. സാധാരണക്കാരായി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. ലക്ഷറി ലൈഫൊന്നുമില്ല, ഒരു ആർഭാടം പോലുമില്ല. കുഞ്ഞു കുട്ടികളൊക്കെ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ഓടി വരുന്നുണ്ട്. ബിഗ് ബോസിന് ശേഷമാണത്. നേരത്തെ സുധിച്ചേട്ടനും ഇതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ടമാർ പടാറിന് ശേഷം കുഞ്ഞു പിള്ളേർ വരെ സുധിച്ചേട്ട എന്ന് വിളിച്ച് ഓടി വരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ബിഗ് ബോസിന് മുൻപ് ആളുകൾക്ക് സുധിച്ചേട്ടന്റെ വൈഫ് രേണു സുധി അറിയാം. ബിഗ് ബോസിന് ശേഷം എല്ലാവർക്കും അറിയാം. ഒരു പരിധിവരെ പ്രൈവസി പ്രശ്നമാണ്. പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പറയാനും പറ്റില്ലല്ലോ എന്നായിരുന്നു പ്രൈവസിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത്. ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്ന ആളാണ്. സീക്രട്ട് കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കുന്ന ആളല്ല. എന്റെ വാട്സപ്പ് നമ്പർ ഉള്ളവർക്കറിയാം. ഞാൻ ഉറങ്ങുന്നത് വരെ സ്റ്റാറ്റസ് ഇടും. ഇപ്പോൾ ലവ് സോങ്സ് കൂടുതലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അനുരാഗമാണോ മുഹബത്താണോ എന്നൊക്കെ 2 വർഷം കഴിഞ്ഞറിയാം. അപ്പോൾ എല്ലാം തീരുമാനിച്ചല്ലേ, മതം മാറുമല്ലേ എന്ന ചോദ്യത്തിന് അയ്യോ ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും എന്നായിരുന്നു രേണുവിന്റെ മറുപടി. എന്നെക്കുറിച്ച് അറിയേണ്ടവരെയെല്ലാം ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കസേരയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്നെ സ്നേഹിക്കാൻ 10 പേരുണ്ടെങ്കിൽ അത് മതി എനിക്ക്. ആൾക്കാർ ചോദിച്ചിട്ടാണ് പാട്ട് പാടുന്നത്. ഇവൾക്കിത് നിർത്താനായില്ലേ എന്ന് ചോദിക്കുന്നവർ കാണണം. ഇവരൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പാടുന്നതെന്ന്. രേണുവിനെ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്നില്ലെന്നാണ് ട്രോളുകൾ. കാറിനെ കുറിച്ച് വിശേഷമൊന്നും പറയാനില്ല. എനിക്ക് ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കുന്നവരുടെ അടുത്ത് ഇരിക്കും എന്നേ ഉള്ളൂ. കുറച്ച് ടിപ്പിക്കൽ മലയാളികളുടെ ചിന്തകളാണ് പ്രശ്നം. അവർ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ആകെ ഇത്രയേ ഉള്ളൂ. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, നാട മുറിക്കുന്നു. ഇതൊന്നും അവർക്ക് സഹിക്കില്ല. അവരുടെ ഫ്രസ്ട്രേഷൻ അവർ തെറി വിളിച്ച് തീർക്കുന്നു. നേർക്കുനേരെ വന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളത്. 2 വർഷം കഴിഞ്ഞ് ഒന്നുകിൽ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം സമൂഹ മാധ്യമങ്ങളിലെ റീലുകളിലും വീഡിയോകളിലും തിളങ്ങി നിന്നതിന് പിന്നാലെ ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയായിരുന്നു രേണു സുധി. ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷം ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് രേണു കടന്നു പോകുന്നത്. ഇതിനുശേഷം പതിയെ അഭിനയ ജീവിതത്തിലേക്ക് കടന്ന അവർക്ക് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ രേണു വിരുദ്ധ ക്യാമ്പയിനും മറ്റും ഏറെക്കുറെ അവസാനിച്ചത് അവർ ബിഗ് ബോസിൽ മത്സരാർത്ഥി ആയതുകൊണ്ടാണ്. സ്വയം ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയായിരുന്നു രേണു. അതിനുശേഷം കാര്യമായ ഉദ്ഘാടന പരിപാടികൾ, ചില ഷോർട്ട് ഫിലിമുകൾ എന്നിവയുമായി തിരക്കേറിയ ജീവിതമാണ് രേണു സുധി നയിക്കുന്നത്. നിരവധി ഉദ്ഘാടന പരിപാടികൾ താരം മുഖ്യാതിഥിയായി എത്തിയിരുന്നു. രേണു പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കെല്ലാം നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേണു ഇടയ്ക്കിടെ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു വിവാഹമുണ്ടോ എന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു രേണു. രേണുസുധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു വരുമാനമാകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ അഭിനയത്തിലേക്ക് എത്തിയത്. മറ്റുള്ളവരെ എത്ര നാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമെന്ന് കരുതിയും സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ് അഭിനയത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ ഇത് എന്റെ പാഷൻ കൂടിയായി മാറിയിരിക്കുകയാണ്. ആദ്യം ആൽബമൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നത് വെറും 2000 മുതൽ 3000 രൂപ വരെ മാത്രമായിരുന്നു. മാത്രമല്ല അന്ന് ഈ റീലുകൾ കണ്ടിട്ട് അടുത്ത സുഹൃത്തുക്കൾ പോലും പറഞ്ഞത് അവരുടെ വീട്ടുകാർക്ക് പോലും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു. ഇതൊക്കെ നിർത്തൂ എന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇന്നത്തെ രേണു സുധിയായി മാറാൻ കഴിയില്ലായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ലാലേട്ടന്റെ ഒപ്പം വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞു. പിന്നെ ലാലേട്ടന്റെ കൈ പിടിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതും. ഇതൊക്കെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു. 35 ദിവസം വരെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ബിഗ് ബോസിൽ കുറച്ചുകൂടി നിന്നിരുന്നെങ്കിൽ മാനസികമായി പ്രശ്നമായേനെ. കാരണം എനിക്ക് എന്റെ മക്കളെ കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു. ബിഗ് ബോസ് ഹൗസ് കൊണ്ട് എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ദുബായ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലൊക്കെ പല പരിപാടികളുടെ പ്രൊമോഷനും ഉദ്ഘാടനങ്ങൾക്കും പോകാൻ കഴിഞ്ഞത് ബിഗ് ബോസ് താരം എന്ന നിലയിൽ തന്നെയായിരുന്നു.
വിവാഹം തൽക്കാലം ഉടൻ ഉണ്ടാകില്ല, ഭാവിയിൽ ഉണ്ടാകുമോ എന്നും ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാവില്ല. ഇനി ഒരു വീട് വെക്കണം എന്നതാണ് ലക്ഷ്യം. ചില യൂട്യൂബർമാർ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന് എന്നെ വിമർശിക്കുകയാണ്. പക്ഷെ അവരെ പോലെ എനിക്ക് ഇരിക്കാൻ സമയമില്ല, ഞാൻ പറക്കുകയാണ്. ഇപ്പോൾ എന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു കഴിഞ്ഞു. കോടികളൊന്നും സമ്പാദിച്ചിട്ടില്ല. 500 രൂപ കടം ചോദിച്ചിരുന്ന അവസ്ഥ വരെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും കുടുംബം നോക്കാനും സാധിക്കുന്നുണ്ട്. ഒരു മാനേജറും ഇപ്പോൾ എനിക്കുണ്ട്. അതിനിടയിൽ 3 സിനിമകളുടെ ഭാഗമാവാനും എനിക്ക് സാധിച്ചു. നല്ല ഓഫറുകൾ വന്നാൽ ഇനിയും സിനിമ ചെയ്യും. അതേസമയം ബിഗ് ബോസിൽ പോയി വന്ന ശേഷം റീൽസിനും മ്യൂസിക് വീഡിയോകളിലും അഭിനയിക്കുന്ന സോഷ്യൽ മീഡിയ താരം എന്നതിൽ നിന്നെല്ലാം മാറി മിനിസ്ക്രീൻ താരങ്ങൾക്ക് ലഭിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് രേണു എത്തിക്കഴിയുകയും ചെയ്തു. വിദേശത്തും സ്വദേശത്തും ഉദ്ഘാടനവും പ്രമോഷനുമായി രേണുസുധിയുടെ ജീവിതം തിരക്കുകൊണ്ട് നിറഞ്ഞു. ഇതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക ചിലവഴിച്ച് അടുത്തൊരു കാറും രേണു വാങ്ങിയിരുന്നു. ഇനിയൊരു വീടാണ് തന്റെ ലക്ഷ്യമെന്ന് പറയുകയാണ് രേണു. പുതിയൊരു വീട് മനസ്സിലുള്ള ലക്ഷ്യമാണ്. പുതിയൊരു വീടുണ്ടാക്കണം. പെട്ടെന്നൊന്നുമില്ല, പതിയെ ഉണ്ടാക്കും. എന്തായാലും പുതിയൊരു വീട് മേടിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യണം. 2 മുറിയുള്ള വീടെങ്കിലും എടുക്കണം. എന്താണേലും അത് ചെയ്യുമെന്നാണ് അടുത്തിടെ മീഡിയയോട് സംസാരിക്കവേ രേണു പറഞ്ഞത്. രേണു പുതിയ വീട് പണിത് അവിടേക്ക് താമസം മാറിയാൽ സുധിലയത്തിന് വേണ്ടി പണം ചെലവഴിച്ചവർ മണ്ടന്മാരാകില്ലേ എന്ന് ചോദിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ വിവി. രേണുവിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന ഫാൻസ് അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ തെറി വിളിക്കുന്നതും കമന്റ് എഴുതുന്നതും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ സ്ഥിരമാണ്. ബോധമുള്ളവർക്ക് രേണു കാണിക്കുന്നത് അഭിനയമാണെന്ന് മനസ്സിലാകും. ഇത് തന്നെയാണ് അവരെക്കുറിച്ച് ഞാനും പറയുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, ഫേക്കായി വന്നിരുന്ന് കരയുക തുടങ്ങിയവയാണ് രേണു എപ്പോഴും ചെയ്യുന്നത്. കുട്ടികളുടെ പേര് പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് രേണു കരഞ്ഞത് പക്കാ നാടകത്തിന്റെ ഭാഗമായിരുന്നു. പുള്ളിക്കാരിക്ക് പറ്റിയ ഷോ ആയിരുന്നില്ല ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിൽക്കാനും ബുദ്ധിമുട്ടി. അപ്പോൾ നൈസായി ഷോ ഇറക്കി പുറത്തു വന്നു. അല്ലാതെ മക്കളെ കാണാത്തതിന്റെ സങ്കടം അങ്ങ് വിതുമ്പി നിൽക്കുകയൊന്നും ആയിരുന്നില്ല. അതൊക്കെ വെറും തരികിടയായിരുന്നു. രേണു പക്കാ ഫേക്കാണ്. അടുത്തിടെയായി വരുന്ന വീഡിയോകൾ അതിന് ഉദാഹരണമാണ്. പുതിയ വീട് പണിത് രേണു അങ്ങോട്ട് മാറിയാൽ ഇവർക്കായി ഒരു വീട് പണിതവരെ മണ്ടന്മാരാക്കുന്നത് പോലെയാവില്ലേ എന്നും വിവി ചോദിക്കുന്നു. രേണുവിന്റെ സുഹൃത്തായിരുന്ന നിമിഷ ബിജോയും രേണുവിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. സഹായിച്ചവരോടും ഒപ്പം നിന്നവരോടും രേണുവിന് നന്ദിയില്ലെന്നാണ് നിമിഷ പറയുന്നത്. രേണുസുധിയെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതായിരുന്നു. മാത്രമല്ല പേഴ്സണലി ഞാൻ അവിടെ ചെന്ന് എല്ലാ അറിഞ്ഞ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളുടെയും ഒറിജിനാലിറ്റി അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പല കാര്യങ്ങളും രേണുസുധിയുടെ കാര്യത്തിൽ അഭിനയമാണെന്ന് നമുക്ക് മനസ്സിലാകും. ജെനുവിൻ ആയിരുന്നില്ല രേണുവെന്ന് മനസ്സിലായി. സുധിച്ചേട്ടന്റെ വാർഷികത്തിന് പോയപ്പോഴാണ് ആദ്യമായി രേണുവിനെ കണ്ടത്. മാത്രമല്ല എന്നെക്കൊണ്ട് സാധിക്കുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ചെയ്തിട്ട് വിളിച്ചു പറയുന്ന സ്വഭാവം എനിക്കില്ല. ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും പൈസ കിട്ടുമ്പോൾ എന്നെക്കൊണ്ട് ആകുന്നത് പോലുള്ള സഹായങ്ങൾ പലർക്കും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ സാഹചര്യം മോശമായതുകൊണ്ട് ഇങ്ങനെ ഒന്നിൽ ഞാൻ വന്ന് പെട്ടുപോയത്. അതിൽ നിന്നും തോറ്റ് പിന്മാറേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് മക്കളുണ്ട്, അവരുടെ വരുമാന മാർഗമാണ്. ഫോണിൽ വീഡിയോകൾ ചെയ്ത് സംസാരിക്കുന്ന രേണുവും നേരിട്ട് ചെന്ന് കാണുമ്പോൾ സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ്. കൂടെ നിൽക്കുന്ന വിശിഷ്ട ജന്തുവിനും ഇതൊക്കെ അറിയാം. നേരിട്ട് അറിഞ്ഞതും അവിടെ ആൾക്കാർ വഴി കിട്ടിയതുമായ അറിവ് നമ്മുടെ മനസ്സിൽ ഇരിക്കുകയാണല്ലോ. നീ എന്തിനു അവളുടെ പിറകെ നടക്കുന്നുവെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. ചേർത്ത് നിർത്തിയിട്ട് രേണുവിന് നന്ദിയില്ല. അന്ന് സുധിച്ചേട്ടന്റെ ആണ്ടിന് പോയപ്പോൾ അവിടെ കണ്ട ചില കാര്യങ്ങൾ തന്നെ എനിക്ക് ദഹിച്ചിരുന്നില്ല. എൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളുമുണ്ട്. അത് പറഞ്ഞാൽ പലരും ഇവിടെ നിന്ന് ഓടേണ്ടി വരുമെന്നാണ് നിമിഷ രേണുവിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്.